ഹായ് അൻസന. ഹായ് മാം. അൻസന എങ്ങനെയായിരുന്നു മാർക്ക് മെന്ററിനെ പറ്റി അറിഞ്ഞിട്ടുണ്ടായിരുന്നത്? ഞാൻ അറിയുന്ന ഒരു ഫ്രണ്ട് വഴിയാ. അവളിങ്ങനെ റെക്കമെൻഡ് ചെയ്തപ്പം അവളിങ്ങനെ പറഞ്ഞു നല്ലയാടി, എന്റെ എക്സ്പീരിയൻസ് നല്ലയാന്ന് പറഞ്ഞു. അപ്പം നമ്മളിപ്പോ ഒരാളുടെ വാക്കും കേട്ട് നമ്മൾ പോയി എടുക്കുന്നത് ശരിയല്ലല്ലോ. എന്നിട്ട് കുറെ ആലോചിച്ചിട്ട് പിന്നെ വിചാരിച്ചാൽ എടുക്കാം അങ്ങനെ സെലക്ട് ചെയ്തതാണ് മാർക്ക് മെന്റർ. അങ്ങനെ സെലക്ട് ചെയ്ത് ക്ലാസ് ഒക്കെ കണ്ടു തുടങ്ങിയപ്പം ആദ്യം ഒരു ഡൗട്ട് ഉണ്ട്, അയ്യോ ഇത് ശരിയാവുമോ എന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനിൽ കാണുക, നമ്മൾക്ക് അത് എക്സ്പീരിയൻസും കാര്യമില്ല, നേരിട്ടുള്ള എക്സ്പീരിയൻസ് പോലില്ലല്ലോ. അപ്പം ഇങ്ങനെ വിചാരിക്കുമായിരുന്നു, അയ്യോ ഇത് നടക്കാൻ പോകുന്നില്ല, ശരിയാവത്തില്ല എന്നൊക്കെ വിചാരിക്കുമായിരുന്നു. പക്ഷേ പഠിച്ചു വന്നപ്പം ഓക്കെയാണ്. ഓക്കെ, ശരി. ഏത് കോഴ്സായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നേ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എടുത്തിട്ട് ഇപ്പൊ ഏത് സ്റ്റേജിലായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്? 3 മന്ത് കോഴ്സ് ആയിരുന്നു മെയിൻ ആയിട്ടും. അത് കഴിഞ്ഞിപ്പോ ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഫസ്റ്റ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയത്. അപ്പം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അവരായാലും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. എന്നിട്ട് അവര് വിളിക്കാന്ന് പറഞ്ഞു, പക്ഷെ വിളിക്കുകയും ചെയ്തു. ഇന്ന് തന്നെ ഇന്നായിരുന്നു ഇന്റർവ്യൂ, ഇന്നാന്ന് വിളിക്കുകയും ചെയ്തു. അപ്പൊ ഫസ്റ്റ് ഇന്റർവ്യൂവിൽ തന്നെ സെലക്ടഡ് ആയല്ലേ? അതെ അതെ. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു മാം. ഒരു ഫ്രണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്ക് മെന്ററിനെ പ്രിഫർ ചെയ്യോ? അതെ, ഉറപ്പായിട്ടും. എന്ന് വെച്ചാൽ എനിക്കത് സക്സസ്ഫുൾ ആയി, അതുകൊണ്ട് ഉറപ്പായിട്ടും പ്രിഫർ ചെയ്യും. താങ്ക് യു അൻസന. താങ്ക് യു മാം.